ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോകുക കേട്ടോ. നമ്മുടെ യാത്ര എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതേ, നമ്മൾ അട്ടപ്പാടിയിലേക്കാണ് യാത്ര പോവുക കേട്ടോ. ഇപ്പോൾ നമ്മളിതേ ചുരം കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് തിരിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതേ ചുരം യാത്ര ചെയ്യാൻ പോവുക കേട്ടോ. ചുരത്തിന് ഫസ്റ്റ് വളവായിട്ട് ഇത്. ഒരു മഴയൊക്കെ കഴിഞ്ഞ മട്ടാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. പാലക്കാടിൻ്റെ ആ ചൂടിൽ നിന്ന് ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലൈമറ്റ് ചേഞ്ച് അറിയാൻ പറ്റും. അങ്ങനെ വളവുകളും തിരിവുകളും ഉള്ള വഴിയിലൂടെ നമ്മൾ കാടിനുള്ളിലൂടെ നമ്മളെത്തിയത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നടന്നോ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളെല്ലാവരും പോകുന്നതാണ്. അതുപോലെ ഞങ്ങളൊന്ന് നിർത്തി ഈ ഭംഗിയും സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഭംഗിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. വെള്ളച്ചാട്ടം മഴയായതുകൊണ്ട്, മഴയില്ലാത്തപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉണ്ടാവത്തില്ല, മഴ ഉള്ളപ്പോഴാകട്ടെ ഇതുള്ള കാരണം. അപ്പോൾ നമ്മളത് അടിപൊളിയായിട്ട് നല്ല നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ, ഇത് ഫീൽ ചെയ്യാൻ. ആ തണുപ്പും മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ മഴ തോർന്ന് നിൽക്കുന്ന ടൈമും പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല സൂപ്പർ ഫീലായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാൻ. അടിപൊളിയായിരുന്നു വയസ്സ്, അടിപൊളി. ഒത്തിരി നാൾ കൊണ്ട് തന്നെ ഈ വീഡിയോ എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ നാട്ടിൽ പോയി എടുത്തതാണ്. അതിങ്ങനെ ഗാലറിയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഇടുന്നത്. ഒത്തിരി നാളിന് മുന്നേ ഉള്ള ആ വീഡിയോ കേട്ടോ, 1.5 മാസം മുന്നേ ഉള്ളത് നാട്ടിൽ പോയി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും, എൻ്റെ നാട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾക്ക് അട്ടപ്പാടിയിൽ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വീട് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെച്ചതാണ് കേട്ടോ, സ്ഥലം മേടിച്ച് ഞങ്ങൾ വീട് വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ എത്ര നാൾ സൗദിയിൽ വരുന്നത് വരെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൗദിയിൽ വന്നപ്പോൾ കൂട്ടിയിട്ടൊക്കെയാണ് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ അത് ഞങ്ങൾ അവിടെയുള്ളവർ റിസോർട്ടൊക്കെ നടത്തുന്ന ഒരു ടീമിന് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൂംസൊക്കെ ഈ അട്ടപ്പാടിയിലൊക്കെ പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ കയറി, ഞാനിതിനകത്ത് എൻ്റെ അവരുടെ സൈറ്റ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ അവരുടെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഫ്രീ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒത്തിരി വീടുകൾ ഇതുപോലെ എടുത്ത് ഹോം സ്റ്റേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളൊരു സ്റ്റേക്കേഷൻ പോലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീട് ഉപയോഗിക്കുന്നത്. ഞങ്ങളൊരു 10 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വീട്ടിൽ. അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡായിരുന്നു. സിറ്റിയിലെ തിരക്കും ഒരു പൊടിയും പിന്നെ പൊല്യൂഷൻ അങ്ങനെയുള്ളതെല്ലാം മാറി ഒരു നാച്ചുറലായിട്ട് കുറച്ച് ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമാണ്. ആ വീടിന് ചുറ്റും എൻ്റെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതാണ് ഗൈസ്. പക്ഷേ നമ്മൾ കൂട്ടിയിട്ട് വരുമല്ലോ, ഇപ്പോൾ ആരും താമസിക്കാത്തതുകൊണ്ട് വിൽക്കണമെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. പക്ഷേ എനിക്ക് അവിടെ പോയൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ചേഞ്ചായി. അപ്പോൾ ഞങ്ങളത് തീരുമാനിച്ചില്ല, ഹസ്ബൻഡും ഞാനോട് തീരുമാനിച്ചു ഞങ്ങളിനി വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത്. അപ്പം വരുന്നവർക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ, ഇതുപോലെ വന്ന് നല്ല റീഫ്രഷായിട്ട് തിരിച്ചു പോകാമല്ലോ. അപ്പോൾ നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുന്ന യാത്രയായിട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന യാത്ര കുറച്ച് 10 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ യാത്രയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു സ്ഥലം കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ പോകാത്തവരൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഇടയ്ക്കൊക്കെ ടൈം കിട്ടുവാണെങ്കിൽ ഇടയ്ക്ക് പോകണം. അത് ഇപ്പോൾ മഴയുള്ള സമയത്ത് എപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. അല്ലാത്ത സമയത്തും നല്ലതാണ് കേട്ടോ, എപ്പോൾ വേണമെങ്കിലും പോകും. പക്ഷേ ഇച്ചിരൂടെ നല്ലത് തണുപ്പത്ത് മഴയുള്ള ടൈമിലൊക്കെ പോകുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. ആ ഒരു കോടയും മഞ്ഞും മഴയും
ഭയങ്കര ഫീലാണ് ആ ഒരു സ്ഥലം. അപ്പോൾ സത്യം പറഞ്ഞാൽ പോയാൽ എങ്ങും പോയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ 10 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഒട്ടും തന്നെ ബോറടിച്ചില്ല. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ പോലും എടുക്കാൻ തോന്നിയില്ല എന്നുള്ളത് അവിടെ പോയിട്ട്. ഒരു ഫോൺ പോലും ഞാൻ യൂസ് ചെയ്തില്ല എന്നുള്ളത് അവിടെ പോയിട്ട്. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു മിഡിൽ ഭാഗം, ഒരു വ്യൂ പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ ഒരു മിഡിൽ ഭാഗം എന്നൊക്കെ പറയാൻ വേണമല്ലേ, നമ്മൾ ഏകദേശം പകുതി എത്തി എന്ന് പറയാം കേട്ടോ. ഇതിന് സ്ഥലത്തിൻ്റെ എന്താണ്ടൊരു പേരുണ്ടായിരുന്നു കേട്ടോ, ഞാനതങ്ങ് മറന്നു. ആനമൂളിയാണോ എന്താണ്ടൊരു സ്ഥലത്തിന് ഈ പേരുണ്ടായിരുന്നു കേട്ടോ. ഈ വളവിന് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എന്ത് നല്ല പെയിൻറ്റിങ്ങാണ് അല്ലേ, അടിപൊളി പെയിൻറ്റിങ്ങാണ്. ആരാണേലും ചെയ്താലും സൂപ്പറായിട്ടോ, അടിപൊളി. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചൊരു റിലാക്സേഷനൊക്കെ ചെയ്തു. ജസ്റ്റ് ഒരു മൈൻഡ് ഫ്രഷിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വണ്ടിയൊക്കെ നിർത്തി റിലാക്സ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഭക്ഷണങ്ങളൊന്നും മൃഗങ്ങൾക്കൊന്നും കൊടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അല്ലെങ്കിൽ തന്നെ ആൾക്കാരൊക്കെ ഒത്തിരി ഫുഡൊക്കെ കൊടുത്തിട്ട് കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ വരുന്നവരുടെ വണ്ടിയിൽ നിന്നൊക്കെ തട്ടിപ്പറിക്കത്തുള്ള വരുന്നവരൊക്കെ വണ്ടികളൊക്കെ അടച്ചു വിടണം കേട്ടോ. അല്ലെങ്കിൽ വണ്ടിക്ക് അധികം സാധനങ്ങളൊക്കെ ഇട്ട് നോക്കണം. അപ്പം അതൊന്ന് കെയർഫുള്ളായിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ പോവാം കേട്ടോ. ഇത് അടിപൊളിയുണ്ട്. അവിടെ കോട മഞ്ഞാണ് കേട്ടോ, നല്ല കോടയുണ്ട്. അപ്പോൾ മുകളിലേക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളിതേ മൊത്തം വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെയും ഇവിടുത്തെ യാത്ര നമുക്ക് തുടരാം കേട്ടോ. വണ്ടി ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ് എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നമ്മളും യാത്ര തിരിച്ചു, നമുക്ക് പോകാൻ മേളിലേക്ക്. അപ്പോൾ ഇവിടേക്കും കോടയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മേളിലേക്ക് പോകുന്തോറും കോടയുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ വീടിനടുത്തേക്കൊക്കെ ഇങ്ങനെ കോട ഉണ്ടാവുമോ ഇല്ലെന്നൊക്കെ. ഇനിയിപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മുതൽ ഡെയിലി വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഡെയിലി ഓരോ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പക്ഷെ നാട്ടിലെ വീഡിയോസൊക്കെ കയ്യിൽ ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല. എടുത്തു വെച്ചതിൽ ഒന്ന് നോക്കേണ്ടി വരും. ഇത് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടതാട്ടോ. ജസ്റ്റ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് പകുതിയാക്കി വെച്ചേക്കുമായിരുന്നു, വോയിസ് മാത്രം കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിനി വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്നും വീഡിയോ തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. സ്ഥിരമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാ പറ്റി, എന്ത് പറ്റി, വീഡിയോസൊന്നും ഇടുന്നില്ല, ലൈവ് വരുന്നില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. അവരോടൊക്കെ സ്നേഹം മാത്രം.
പക്ഷേ കുറച്ച് ഡ്യൂട്ടിയുടെ തിരക്കും അങ്ങനെ ബിസി ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോസൊന്നും ഇതായിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇനി നമ്മളത് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മുടെ ചുരമൊക്കെ ഏകദേശം കഴിയാറായി ഗൈസ്. എന്നിട്ട് നല്ല കോടയുണ്ട്, നല്ല ക്ലൈമറ്റാണ്, നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ഇങ്ങനെ കയറുവാണ്. ആക്ച്വലി ഞങ്ങൾ ഒത്തിരി ടയേർഡായിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴേ 12 ഹവറെങ്കിലും എടുക്കും. വണ്ടി നമ്മൾ കാറിൽ വരുന്നതുകൊണ്ട് 12 ഹവർ എങ്ങനെ പോയാലും 12 ഹവർ നമ്മൾ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ പതുക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ടൈം എടുക്കും. അപ്പോൾ ഇച്ചിരി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ചുരമൊക്കെ കയറാറാകുമ്പോഴേക്ക് നമ്മൾ ആകെ വലഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ ചുരം കയറി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ആക്റ്റീവാകും. അത്രയ്ക്ക് ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ കൂടെ. നമ്മൾ ഈ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ്. അവിടുത്തെ മഴയും തണുപ്പും നേച്ചർ ഫ്രണ്ട്ലി ആയ ആ ഒരു കാലാവസ്ഥയും സീനറിയും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും സത്യം പറഞ്ഞാൽ. പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അട്ടപ്പാടിയിൽ പോയിട്ട് കുറേ പേരൊക്കെ കോഴിക്കോട്, മലപ്പുറം അങ്ങനെ കുറേ പേരെയൊക്കെ ഞാനിങ്ങനെ അട്ടപ്പാടിയിലാണ് വീടെന്ന് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അവരൊക്കെ സ്ഥിരമായിട്ട് അവിടെ വരാറുണ്ടെന്നൊക്കെ. അപ്പം അട്ടപ്പാടിയിൽ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഇതിനകത്ത് എത്തിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് മുക്കാലിയാണ് കേട്ടോ. ഫസ്റ്റ് വരുന്ന ചുരം കയറി കഴിഞ്ഞാൽ ആദ്യം വരുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മുക്കാലിയാണ്. നമ്മുടെ മധു പിന്നെയൊക്കെ സംഭവം നടന്നില്ലേ, ആ സ്ഥലമാണ് കേട്ടോ ആദ്യം വരുന്നത്. അത് കഴിയുമ്പം പിന്നെ താവളത്തു നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ വീട് കേട്ടോ. താവളം പള്ളി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ധ്യാനകേന്ദ്രം, സഹിയോൻ ധ്യാനകേന്ദ്രം. എനിക്കൊന്നും ഒത്തിരി പേർക്ക് അറിയാൻ തോന്നുന്നു, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതിനടുത്താണ്, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളുടെ വീട് കേട്ടോ.
കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ താവളത്തു നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന പുഴയാണ് കേട്ടോ. ആ സഹിയോന് ധ്യാന കേന്ദ്രത്തിൻ്റെ ഒക്കെ അടുത്താട്ടോ ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് റോഡ് തിരിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ചെറിയ റോഡ് തിരിഞ്ഞ് കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങളുടെ വീട്. അപ്പം ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ആ റോഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ കൃഷിയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കൃഷിയൊന്നുമില്ല, മഴയായിട്ടുണ്ടായിരിക്കും. മഴയൊക്കെ കഴിയുമ്പോഴാണ് അവർ കൃഷി ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ അവർ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. എന്തോ മുളകോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് തോന്നുന്നു, ചോളം അങ്ങനെയൊക്കെ നട്ട് ഓരോ പ്രാവശ്യം ഞാൻ കാണുമ്പോഴും ഓരോ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഹോം സ്റ്റേ ഉണ്ട്. അതായത് ഇതൊക്കെ ഹോം സ്റ്റേക്ക് കൊടുത്തേക്ക് കേട്ടോ. ഇതെല്ലാം ഹോം സ്റ്റേ ആണ്. അപ്പം നിങ്ങൾക്ക് വരുവാണെങ്കിൽ നേരിട്ടും ബുക്ക് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. നേരിട്ടും വന്ന് റൂമൊക്കെ എടുക്കാം. അപ്പോഴത്തേ ഞങ്ങളുടെ വീടിന് തൊട്ട് മുന്നത്തെ വീട് കേട്ടോ. ഇവരാണ് ഞങ്ങൾ എപ്പോഴും ഇവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ ഞങ്ങളെ എപ്പോഴും കോണ്ടാക്റ്റുള്ളവരാണ്. ഞങ്ങളുടെ വീടൊക്കെ നോക്കുന്നവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ പാല് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ പാലൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു കൊച്ചുണ്ട്, അത് ചേച്ചിയുടെ മോളാട്ടോ. മോക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞുവാവയൊക്കെ ആയിപ്പോൾ. കുഞ്ഞുവാവയായ ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഞങ്ങളെ കണ്ടിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അവർ നല്ല സ്നേഹമാണ്, എപ്പോൾ കണ്ടാലും നല്ല കാര്യമായിട്ട് ഭയങ്കര സ്നേഹമാണ്. തമിഴാണ് അവർ സംസാരിക്കുന്നത്, തമിഴരാന്ന് തോന്നുന്നു. അപ്പം നല്ല സ്നേഹമാണ് അവർ. ഇവിടെ നിറയെ മുല്ലപ്പൂണ്ട്. ഇപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ പാല് മേടിക്കാൻ വരുന്ന ടൈമിൽ എപ്പോഴും മുല്ലപ്പൂ കെട്ടി, എത്ര പെട്ടെന്നാണ് കിട്ടുന്നതെന്നറിയാം. നിമിഷം നേരം കൊണ്ട് മുല്ലപ്പൂവൊക്കെ കെട്ടി ഞങ്ങൾക്ക് തന്നു വിടുന്നത്. അപ്പം മോളെ പാൽ മേടിക്കാൻ പോകുന്നപ്പോൾ മോൾക്ക് എപ്പോഴും എന്നും കൊടുത്തു വിടും മുല്ലപ്പൂവൊക്കെ കെട്ടി. അപ്പം നമ്മൾ മോളെ കാണാൻ ചോദിച്ചപ്പോൾ മോളെ എടുത്തിട്ട് വന്നു കേട്ടോ കുഞ്ഞിപ്പണിനെ. അപ്പോൾ ഒരു സുന്ദരി മോളാണ്. അവളങ്ങോട്ട് കൂട്ടായില്ല, ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കും. അപ്പം അതിങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഇത് എത്തിയിട്ടോ. ആ കാണുന്ന വീടല്ല ഗൈസ്, അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന വീടാണ്. ഇപ്പോൾ ആ വീട് ഹോം സ്റ്റേക്ക് കൊടുത്തേക്കോ കേട്ടോ. അപ്പോൾ ഈ രണ്ട് വീടും ഇപ്പോൾ ഹോം സ്റ്റേക്ക് കൊടുത്തേക്ക്. ഇതാണ് ഞങ്ങളുടെ വീട്, ഫസ്റ്റ് കാണുന്ന വീടാട്ടോ ഞങ്ങളത്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ തുറക്കട്ടെ. 2 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാതിട്ടേക്കോ, 1.5 വർഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസമൊന്നുമില്ല. ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഒരാളെ വിളിച്ചു. ഇപ്പോൾ അവിടെ നിന്ന് കാടൊക്കെ ഒന്ന് പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വാതിലൊക്കെ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് എന്താ നോക്കട്ടെ എന്തൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല, നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ, ടേക്ക് കെയർ.